എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോണ ബ്രാൻഡിങ് വാട്ടർമാർക്കൊക്കെ എങ്ങനെ കൊടുക്കാമെന്നാണ്. യൂട്യൂബിൽ നമുക്ക് കാണാൻ സാധിക്കും ചില വീഡിയോയുടെ റൈറ്റ് എൻഡിലായിട്ട് ഒരു ചാനൽ ഐക്കൺ, പിന്നെ ചിലപ്പോൾ പ്രൊഫൈൽ പിക്ചർ ആയിരിക്കാം. അപ്പോൾ ഈ സംഭവത്തിൽ നമ്മുടെ വ്യൂവേഴ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബർ കൗണ്ട് ഇൻക്രീസ് ചെയ്യാനുള്ള സംഭവമാണ് ഈ ബ്രാൻഡിങ് വാട്ടർമാർക്ക് എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കിയാലോ. ആദ്യമേ തന്നെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ക്രിയേറ്റർ സ്റ്റുഡിയോ ഡെസ്ക്ടോപ്പ് മോഡിൽ ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ലാസ്റ്റ് ഓപ്ഷനായ കസ്റ്റമൈസേഷനാണ് ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് 3 ഓപ്ഷൻ കാണാൻ സാധിക്കും ചൂസ് ചെയ്ത് കഴിയുമ്പോൾ: ലേ ഔട്ട്, ബ്രാൻഡിങ്, ബേസിക്കിനും. ഇതിനകത്ത് ബ്രാൻഡിങ് ആണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് 3 സംഭവം കാണാൻ സാധിക്കും: പിക്ചർ, ബാനർ ഇമേജ്, വീഡിയോ വാട്ടർമാർക്ക്. അതിനകത്ത് വീഡിയോ വാട്ടർമാർക്കാണ് നമുക്ക് കൊടുക്കേണ്ടത്. ഇനി വീഡിയോ വാട്ടർമാർക്ക് ഗാലറിയിൽ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം സേവ് ചെയ്യുക. അപ്പോൾ ഈ ക്യാൻവയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതിനകത്ത് 1 MB താഴെ പിന്നെ ഓരോ സ്പെക്കൊക്കെ ഉണ്ട്. ഇനി നമ്മൾ ഈ വാട്ടർമാർക്ക് എൻഡ് ഓഫ് ദ വീഡിയോയിലാണോ വീഡിയോയുടെ തുടക്കത്തിലാണോ അങ്ങനെ 3 ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് നമ്മൾ ഇഷ്ടമുള്ള ചൂസ് ചെയ്ത് തുടങ്ങാം. അറ്റ് ലാസ്റ്റ് പബ്ലിഷിലും കൂടി സെലക്ട് ചെയ്യുക. ഇത്രയും ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ വീഡിയോയിൽ വാട്ടർമാർക്ക് വരാൻ തുടങ്ങും. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. അപ്പോൾ യൂട്യൂബേഴ്സ് ആയിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന് നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണേ, ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയുമായി നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. ഹിയർ ടോം സൈനിങ് ഓഫ്. ഗുഡ് ബൈ.